അപ്പോൾ ഈ നന്മ തിന്മകൾ കൊണ്ട് മനുഷ്യനെ പരീക്ഷിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു നയ പരിപാടിയാണ്. അതെടുത്ത് പറയുകയും ചെയ്യുന്നു, പ്രഖ്യാപിത നയമാണ്. നിങ്ങളെ നാം ഷർറനാദ്യം, അതായത് പ്രയാസം, ബുദ്ധിമുട്ട്, കഷ്ടപ്പാടുകൾ, മനസ്സിന് അസ്വസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത ചുറ്റുപാടുകൾ, ബന്ധങ്ങൾ, ഇടപാടുകൾ, ഇതൊക്കെ കൊണ്ടു. അതുപോലെ നന്മ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആശ്വാസവും സമാധാനവും സംതൃപ്തിയും അനുഭൂതിയും ഒക്കെ തരുന്ന അവസ്ഥ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നു. ഈ ജീവിതം തന്നെ ഒരു പരീക്ഷണത്തിനാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന ചില ആയത്തുകളുടെ ഖുർആനിൽ കാണാത്തത്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ കൂടിച്ചേർന്ന ഇന്ദ്രിയത്തിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയത് അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. ലിനബ്ലുവക്കും ഫീമാ ആതാം. ഓരോരുത്തർക്കും നൽകപ്പെട്ടതിൽ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. സമീഅൻ ബസീറ എന്ന് പറഞ്ഞ രക്തം ചുരുക്കം പറഞ്ഞാൽ അതിനുള്ള അറിയാനുള്ള, മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എല്ലാ ആളുകൾക്കും ഈ നന്മയും തിന്മയും മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നന്മ മാത്രമുള്ള ആരും ഉണ്ടാവില്ല, തിന്മ മാത്രമുള്ള ആരും ഉണ്ടാവില്ല. ഒരുപാട് പരീക്ഷണങ്ങളിലും വേദനകളിലും പെട്ട് ഉഴലുന്ന മനുഷ്യർക്കും അതിനിടയിൽ ആശ്വാസവും സമാധാനവുമുള്ള നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാറുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യനൊരു ധൃതിക്കാരനാണ്, അജിലത്താണ്. അത് പെട്ടെന്ന് കിട്ടണം, ആവശ്യമുള്ളതും നന്മയും ഒക്കെ പെട്ടെന്ന് ലഭിക്കണം എന്നുള്ളതാണ്. ഈ ധൃതി കൊണ്ടാവും പലപ്പോഴും പല കുഴപ്പങ്ങളുണ്ടായി. അത് അനുഭൂതിയുടെ കാര്യത്തില്, ലാഭേച്ഛയുടെ കാര്യത്തില്, അതുപോലെ എന്ത് സംഗതിയും അവന് ലഭ്യമാകാൻ അവനൊരു ധൃതി ഉണ്ടാവും. അത് മനുഷ്യ മനസ്സിന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. അത് നിയന്ത്രിച്ചു നിർത്തണം എന്നുള്ളത് അതൊരു വികാരമാണ്. ആ വികാരം മുമ്പേ ഗമിച്ചാൽ വിചാരം പിന്നിലാവും. ആ വിചാരം പിന്നിലാവുമ്പോൾ മനുഷ്യൻ മണ്ടത്തമാണ്, തെറ്റുകൾ ചെയ്യും, പാപങ്ങൾ പ്രവർത്തിക്കും. അപ്പൊ അതുകൊണ്ട് വിചാരവും ചിന്തയും ആണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ നയിക്കേണ്ടത് എന്നും എടുത്തെടുത്ത് ഇടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ ചില വിചാരങ്ങള്, ചില ചിന്തകള് പലപ്പോഴും വികാരങ്ങളെ കടത്തിവെട്ടാൻ കഴിയാത്ത നിലയിൽ വികാരങ്ങൾ എപ്പോഴും മുന്നിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു സ്വഭാവമാണ്. അപ്പൊ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു. തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ ഉത്ഭൂതമാക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന് വിരുദ്ധമാണ്. ഇത് അത്ഭുതകരമാണ് സംഗതി. ഞാനൊരു തെറ്റും ചെയ്യില്ല എന്നൊന്നും ഒരാളുടെ ശബ്ദം ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യൻ തെറ്റ് ചെയ്യും. അതിൻ്റെ ഒരു ചിത്രീകരണം ആദവും ഹവ്വയും വിലക്കപ്പെട്ട കനിയും അനുവാദം കിട്ടുന്നതിന് മുമ്പ് തിന്നതൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ബേസ് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബിൻ ആദം ഖത്താഉ ഖൈറുൽ ഖത്താഉന തവ്വാബൂൻ. ആദമിന്റെ മക്കളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. ആദം തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആദമിന്റെ മക്കളെല്ലാം തെറ്റ് ചെയ്യും. പ്രവാചകന്മാർക്ക് പോലും പാപമില്ലെങ്കിലും തെറ്റ് സംഭവിച്ചതായി ഖുർആനിൽ എടുത്തു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാവശ്യം ശാസിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ബദറിലെ തടവുകാരെ വിട്ടേക്കുന്ന കാര്യത്തിൽ, അന്ധം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ, ഭാര്യമാരിൽ ഒരാൾ തേൻ കൊടുത്തപ്പോൾ മറ്റു ഭാര്യമാരുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് ശരിയല്ല എന്ന് പറയുകയും അത് തിരുത്തുകയും ചെയ്താണ് പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്ത അതായത് സാക്ഷ്യപ്പെടുത്തിയ ഏറ്റവും ഉത്തമമായ സ്വഭാവമാണ് റസൂലുള്ളാഹി. ഇന്നക ലഅലാ ഖുൽഖിൻ അദീം. ഈ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതിബൃഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നീ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാക്ഷ്യപത്രം കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ. അങ്ങനെ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയായ പ്രവാചകന് പോലും തെറ്റുകൾ സംഭവിക്കാമെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും തെറ്റ് സംഭവിക്കും. പക്ഷെ തെറ്റ് സംഭവിക്കുന്നവന് അവന് മനസ്സാക്ഷി ബുദ്ധമുണ്ടാവും. ആദമിന് മനസ്സാക്ഷി ബുദ്ധമുണ്ടാവും.
റബ്ബന വലന്ന അൻഫുസന എന്നാണ് പഠിച്ചത്. ആ തെറ്റ് ചെയ്തതിന്റെ അനന്തരഫലമായുണ്ടായ മനസാക്ഷിത്വത്തിൽ നിന്ന് അള്ളാഹുവിനോട് അടുത്തപ്പോൾ അല്ല പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പൊ തെറ്റുകൾ നിരന്തരം ആവർത്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ കൽബ് വലിച്ചു. തെറ്റ് നമ്മൾ മനഃപൂർവ്വം തെറ്റും ചെയ്യണ്ട, വെറുതെ വർത്താനം പറഞ്ഞാൽ. ഒമൻ കസറ കലാമഹു കസറ ദുനൂഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഇങ്ങനെ വാഴ കാണിച്ചാൽ, അങ്ങനെ വാഴ കാണിച്ചാൽ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ വാചകം പഠിച്ചുകൊണ്ടേയിരുന്നാൽ കസറ ദുനൂഹു, അറിയാതെ അവന്റെ ദൻബ് പാപമതി. ഒമൻ കസറ ദുനൂഹു മാത ഖൽബഹു, അങ്ങനെ പാപം അധികരിച്ചവന്റെ കൽബ് വലിച്ചു. സത്യാസത്യ വിവേചനത്തിലുള്ള ശക്തി അവനെടുത്തുക. ഒമൻ മാത ഖൽബഹു ദഖല നാർ, ഹൃദയം മരിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല, അവൻ നരകത്തിലേക്ക് ആയിരിക്കും പോവാണ്. അപ്പൊ തെറ്റിന്റെ ഒരു രീതി എന്ന് പോകണം. മനഃപൂർവ്വം ആരെയും ആക്രമിക്കുക അടിക്കൊന്നും വേണ്ട, വെറുതെ വർത്തനം പറഞ്ഞു. വല്ലാണ്ട് വർത്തനം പറഞ്ഞാൽ അതിൽ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ വന്നുകൂടി. അത് പാപം, ദുൻബ് എന്നുള്ളത് പാപം കൂടുകയും പാപം മുഖാന്തരം കൽബ് വലിക്കുകയും കൽബ് വലിച്ചവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ വളരെ സൂക്ഷ്മമായി ജീവിച്ചില്ലെങ്കിൽ തെറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സൂക്ഷ്മമായി ജീവിച്ചാൽ തെറ്റു. ആ തെറ്റു വന്നു കഴിഞ്ഞാൽ അതുമായി നടന്നാൽ മനസ്സാക്ഷിത്വമുണ്ടാകുമ്പോൾ നന്മകളിലേക്ക് കൂടുതൽ വ്യാപൃതരാൻ പറ്റും. ഒരു മെഷീന് പൊടി വെച്ചാൽ അത് അങ്ങനെ തന്നെ വെച്ച് വർക്ക് ചെയ്താൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പവർ പുറത്തു വരും. ഈ ഫാനിൽ നമുക്കറിയാമല്ലോ പൊടി പിടിക്കും. അതിന്റെ ലീഫിലൊക്കെ പൊടി പിടിച്ചാൽ ഇടയ്ക്കൊന്ന് തുറച്ചു കൊടുത്താൽ നല്ല കാശുണ്ടാവും. അതുപോലെ തന്നെയാണ് മനുഷ്യ മനസ്സും ശരീരവും. അപ്പൊ അതിന് ഇങ്ങനെ ഈ വേർപ്പ് പോകുന്നത് പോലെ തന്നെ ഉച്ചിഷ്ടൊക്കെ പോകുന്നതും ശരീരത്തിന് ഇങ്ങനെ ക്ലിയർ ആയിക്കൊള്ളുന്നു. അതുപോലെ മനസ്സിന് ഈ തെറ്റുകൾ ഇങ്ങനെ മാറ്റി സംശുദ്ധമായ മനസ്സാക്കി കൊടുക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണം നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത്. അല്ലാഹുവിനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഈ തെറ്റുകൾ അത് പുറത്തു തരുമെന്നുള്ള ഒരു ബോധം മനുഷ്യനുണ്ടാവണം. ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ദുഷ്ടാട്ടി പിടിച്ച് നടക്കുന്ന ആളുകളെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ അയ്യൂബ് ഖാലിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലൗലാ അന്നകും തുദ്നിബൂന ലഖലഖല്ലാഹു ഖൽഖൻ യുദ്നിബൂന വയസ്തഗ്ഫിറൂന ഫയഗ്ഫിറു ലഹും. നിങ്ങൾ ആരും തെറ്റ് ചെയ്യൂല എന്ന് ശഠിച്ചാൽ നിങ്ങളിവിടെ നിന്ന് നിഷ്കാസനം ചെയ്ത് പുതിയൊരു ജനതയോട് അവർ തെറ്റ് ചെയ്യുകയും എന്നിട്ട് പാപമോചനം അഭ്യർത്ഥിക്കുകയും അവർക്ക് നാം പുറത്തു കൊടുക്കുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ എന്ന് പറയും വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് നാം ഇതാ സത്യം ചെയ്ത് പറയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലം തുദ്നിബൂ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ലദഹബല്ലാഹു ബിക്കും, നിങ്ങൾ ഇവിടെ പോക്കിക്കളയും. മറ്റേ ഹദീസിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായിട്ടാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പുതിയ ജനതയെ കൊണ്ടുവരും. യുദ്നിബൂന, അവർ തെറ്റ് ചെയ്യുന്നവരായിരിക്കും. ഫയസ്തഗ്ഫിറൂന, അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെ, പാപമോചനം അഭ്യർത്ഥിക്കുന്നവരായിരിക്കും. അല്ലാഹു തആല, മഹാനായ രക്ഷിതാവിനോട് പാപമോചനം അഭ്യർത്ഥിക്കും. അവർക്ക് അല്ലാഹു തആല കൊടുക്കുകയും. അപ്പോൾ മനുഷ്യന് വളരെ ആശ്വാസകരമായ സംഗതിയാണ്. നമ്മൾ തെറ്റിൽ ഖേദിക്കുന്ന മനുഷ്യരാണ്, നല്ല ശുദ്ധ മനുഷ്യന്മാർ, ശുഭ്ര മനസ്സരായ മനുഷ്യന്മാർ എപ്പോഴും തെറ്റ് സംഭവിച്ചാൽ ആ ഖേദത്തിൽ എങ്ങനെ ആണ്ടുകൊണ്ട് അടുത്ത പ്രവൃത്തിയിൽ തെറ്റിലേക്ക് പോകാൻ അല്ലാഹു തആല അനുവദിക്കുന്നില്ല. അപ്പൊ അത് ക്ലിയർ ചെയ്യണം. ബന്ധങ്ങൾ വശമായി ഒരാളോട് സംസാരിച്ചപ്പോൾ ഒരു തെറ്റായി പറഞ്ഞു, സോറി, ഉദ്ദേശിച്ചില്ല, അങ്ങനെ ഉദ്ദേശിച്ചില്ല, സന്ദർഭവശാൽ വന്നില്ല. അയാളുടെ മനസ്സിന് കുളിർമയുണ്ടാവും. ഒരു ഇടപാട് നടത്തിയപ്പോൾ മാതാപിതാക്കളുടെ ബന്ധത്തിൽ, സഹോദരങ്ങളുടെ ബന്ധത്തിൽ, മനുഷ്യ മനസ്സുകളുടെ ഒരു താളലേഖനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരൊറ്റ വാക്ക് തന്നെ പല കൂലത്തിൽ ഉപയോഗിക്കും. ഒരാൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു, എനിക്കിപ്പോ സൗകര്യമില്ല. സൗകര്യം കേട്ടോ, രണ്ടും ഒരേ വാക്കാണ്. സൗകര്യം കേട്ടോ, എനിക്ക് സൗകര്യമില്ലാത്തൊരു സമയമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തിരക്കാണ്, സൗകര്യമില്ല. എനിക്കിപ്പോ സൗകര്യമില്ല എന്ന് കടുപ്പിച്ചു പറഞ്ഞാൽ നീ ആരാടോ എന്നെ വിളിക്കുക, എനിക്ക് സൗകര്യമില്ല, നീ കഴിയില്ല, പോകട്ടെ ജോലിക്ക്, ഒരു ധിക്കാരം. ഒരേ വാക്ക് മലയാള ഭാഷയിൽ തന്നെ, അറബിയിലും ലോകത്തെല്ലാ ഭാഷയിലും. ഒരു നോട്ടത്തിൽ, ഒരു ചിരിയിൽ, ചിരിക്കാതിരിക്കുന്നതിലൊക്കെ മനുഷ്യ മനോഭാവം ശരിക്കും വ്യക്തമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു.
അതുകൊണ്ട് സഹോദരന്റെ മുഖത്ത് പുഞ്ചിരിയോടെ നോക്കുന്നത് സദഖയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. നാക്കെടുത്താൽ നന്മ മാത്രം പറയാൻ തുടങ്ങും. അസ്സലാമു അലൈക്കും എന്ന് പറയാം. ആദ്യം തന്നെ സലാം ഖബൽ കലാം, പ്രധാനത്തിന് മുമ്പ് നീ സലാം പറയാം. എന്താ അസ്സലാമു അലൈക്കും എന്നല്ല, അസ്സലാമു അലൈക്കും എന്താണ് അതുവരെ സൂക്ഷ്മമായി പഠിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ മനുഷ്യ മനസ്സിൽ ബന്ധങ്ങളുടെ ദൃഢത ഉണ്ടാക്കാൻ, ആശ്വാസം ഉണ്ടാക്കാൻ വീട്ടിലും അങ്ങനെ വേണം. ഭാര്യ ഭർത്താവിനോട് സലാം പറയാം, ഭർത്താവ് ഭാര്യയോട് സലാം പറയാം, വാപ്പ മക്കളോട് പറയാം, മക്കൾ വാപ്പനോട് പറയാം. അങ്ങനെ വീട്ടിൽ കുടുംബാന്തരീക്ഷം സലാം നിങ്ങൾ എല്ലാവരും. അത് നമുക്ക് ഖൈറും ബർക്കത്തുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കരുണയുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു ശാന്തിയുണ്ട്, ഒരു ആശ്വാസമുണ്ട്, ഒരു സമാധാനം. അപ്പൊ തെറ്റിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന തെറ്റായ ചിന്താഗതികൾ ഉണ്ടാകുന്നതിൽ നിന്ന് തടയാൻ അത് തന്നെ നോട്ടവും പുഞ്ചിരിയും സലാം പറച്ചിലും മനുഷ്യന് ഉപകരിക്കുന്നതാണ്. വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന സംഗതിയാണ്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ്. തെറ്റിനെപ്പോഴും പ്രേരിപ്പിക്കുന്ന മനുഷ്യ മനസ്സിന്റെ അധമതലമാണ്. അവിടെ പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സത്യവിശ്വാസി എപ്പോഴും പിശാചിന്റെ പ്രവർത്തനം കുറച്ച് കഴിഞ്ഞ് തിരിച്ചറിയാൻ പറ്റും. എപ്പോഴെങ്കിലും പിശാചിന്റെ പിശാചിന്റെ സ്പർശം നിങ്ങൾക്ക് ഏറ്റിരുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ അല്ലാഹുവിനോട് കാവല ചോദിച്ചു. അല്ലാഹുവിനോട് കാവല ചോദിച്ചുകൊള്ളാം. അത് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ഒരു കാവല ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനെ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനാണ്. നിങ്ങളുടെ മനസ്സെന്താണ്, ഉദ്ദേശം എന്താണ് എന്നൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ മനസ്സ് ശുഭ്രമായി വെച്ചാലേ പ്രവൃത്തി നന്നാവുള്ളൂ. പ്രവൃത്തി നന്നാവുമ്പോഴാണ് ബന്ധങ്ങൾ ദൃഢമാവുള്ളൂ, സ്നേഹവും സാഹോദര്യവും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ അറിയാത്ത സംഗതിയല്ല. യഥാർത്ഥത്തിൽ ഇത് വളരെ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് നടപ്പാക്കാൻ സാധിക്കില്ല. അറിയുന്ന ഞാനും അറിയാത്ത നമുക്ക് ഒരുപോലെ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവും. ഇവിടെ ഏത് സംഗതിയും നയിക്കുന്നത് അല്ലാഹുവല്ല. നന്മയിലായാലും തിന്മയിലായാലും നയിക്കുന്നത് അല്ലാഹുവാണ് എന്ന് അല്ലാഹു വ്യക്തപ്പെടുത്തി ഏറ്റു പറഞ്ഞു. പിശാചാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു മീഡിയേറ്റ്. പക്ഷെ അതിന്റെ നായകൻ, അതിനെ നയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. കാരണം നമ്മൾ പിശാചിനെ അല്ലെങ്കിൽ ജിന്നിനെ ആവാഹിച്ചുകൊണ്ട് നന്മ തേടേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനെ നേരിട്ട് തന്നെ പറഞ്ഞാൽ മതി. നീ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ വഴികേടിലാക്കുന്നത്. വഴികേടിലാക്കുന്നത് അല്ലാഹു തന്നെയാണ്. വളരെ ക്ലിയർ ആയിട്ട് അത് തൊട്ടുടനെ പറഞ്ഞു. അതോടൊപ്പം തന്നെ അവനിലേക്ക് മടങ്ങുന്നവരെ സന്മാർഗത്തിലാക്കുന്നത് അവൻ തന്നെ. അതോടെ ക്ലിയർ ആയിട്ട് നന്മയും തിന്മയും അല്ലാഹുവിനുള്ളതാണ്. വഴിയിലാക്കണം അല്ലയാണ്, നേർമാർഗത്തിലാക്കണം അല്ലയാണ്, വഴികളിലാക്കണം അല്ലയാണ്. ആർക്കെങ്കിലും നേർമാർഗം ആവശ്യമുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് നിരന്തരമായി മടങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോ കരുണാമയന്റെ ശ്രദ്ധാരെങ്കിലും വിട്ടുപോയാൽ പിന്നെ അവന്റെ ഒരു ബോൺ കമ്പാനിയൻ, അവന്റെ ഹൃദയേശ്വരൻ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്ത് പിശാചായിരിക്കും. ആ പിശാച് അവനെ നാശത്തിലേക്കും നരകത്തിലേക്കുമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആളുകൾക്ക് അല്ലദീന ആമനു, അവർ വിശ്വസിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ശാന്തമാകും. അല്ലാ ബിദിക്രില്ലാഹി തസ്മഇന്നുൽ ഖുലൂബ്, അറിയുക അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമാകും. ബാക്കി ആർക്കും ശാന്തമാക്കാൻ പറ്റില്ല. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി തൂബാ ലഹും വഹുസ്നു മആബ്, ഇതിലൊക്കെ വിശ്വസിക്കുകയും അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വാഗതം. അവരെ മടങ്ങിച്ചെല്ലാനുള്ള സങ്കേതം മഹാസങ്കേതമാണ്. അപ്പൊ മടങ്ങിച്ചെല്ലാനുള്ള മഹാസങ്കേതത്തിലെ വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥലത്ത് ഖുർആൻ വിവിധ തരത്തിൽ പഠിക്കുന്നു. അതിലെ ഒരു ഭാഗമാണ് സൂറത്തുൽ ആലി ഇംറാനിലെ 133 ആയത്തുകൾ തുടങ്ങിയ ആ സൂക്തങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു. ഇപ്പൊ സാരിഉ സുർആൻ, സുർആൻ എന്ന് പറഞ്ഞാൽ വേഗം പാടും. നമ്മൾ അറബി ലോകത്തൊക്കെ പോയ ആളുകൾ അറിയാം, മെല്ലെ നടക്കണമെങ്കിൽ വേഗം നടക്കുള്ളൂ, ധൃതിപ്പെട്ടു വരിക.
അതായത് ആകാശഭൂമികളുടെ പ്രവിശാല സമാവാത്, ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള ആ സ്വർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, ആദ്യ മഗ്ഫിറത്ത് അവസാനമില്ല മഗ്ഫിറത്തിനെ ഉറപ്പിക്കും. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് കടന്നു വരിക. വജന്നത്തിൽ, അനന്തരമുള്ള സ്വർഗത്തിലേക്ക്. അത് പണ്ടൊക്കെ പറയുമ്പോൾ നമുക്കത് ഒരു വർത്തമാനം വരും. പക്ഷെ ഇന്ന് ആകാശഭൂമികളുടെ പ്രവിശാലത ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. പലപ്പോഴും സൂചിപ്പിച്ചാണ്, ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ട് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭൂമിയെ പോലെ കുറേ ആയിരക്കണക്കിന് ഭൂമി എടുത്തിട്ടാൽ വീണ്ടും സ്ഥലം ബാക്കിയുണ്ടാവും സൂര്യൻ. ഈ സൂര്യനും ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം കൂടെ കറങ്ങുന്ന ഈ സൗരയൂഥം, സോളാർ സിസ്റ്റം, അങ്ങനെ ഒരുപാട് ലക്ഷം സോളാർ സിസ്റ്റങ്ങളുള്ള ഒരു ഗാലക്സി. സൂര്യന്റെ ചെറിയ നക്ഷത്രം, അതുപോലെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ നക്ഷത്രങ്ങളുള്ള മിൽക്കി വേ, അതാണ് നമ്മുടെ ഗാലക്സി. ഇപ്പൊ ഇന്നത്തെ പത്രത്തിലുണ്ട് 600 പുതിയ നക്ഷത്രങ്ങളെ മിൽക്കി വേയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇതുവരെ ഇന്നലെ വരെ ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടില്ലാത്ത, കൺഫേം ചെയ്യാത്ത, ഉറപ്പിക്കാത്ത നക്ഷത്ര സമൂഹങ്ങൾ. ഒരു നക്ഷത്ര സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാനകോടി ഗ്രഹങ്ങളും മറ്റും മറ്റുമൊക്കെ ഉൾക്കൊള്ളാവുന്നതാണ്. അപ്പൊ അത് എല്ലാം കൂടെ ചേർന്നിട്ട് മിൽക്കി വേ, അത് ഒന്നാം ആകാശത്തിൽ എത്ര മിൽക്കി വേ ഉണ്ടെന്ന് വെച്ചാൽ ആർക്കറിയില്ല. സമാദ് ഖുർആനിൽ 100-ലധികം പ്രാവശ്യം വെച്ചു. സമാവാത്, ആകാശങ്ങൾ എന്നുള്ളത് വീണ്ടും 100-ലധികം പ്രാവശ്യം. ഇപ്പൊ ഒന്നാം ആകാശം, രണ്ടാം ആകാശം, മൂന്നാം ആകാശം എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതുപോലെ ലെയർ 6 വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഇത്രയും വ്യാപ്തിയുള്ള ഒരു മഹാസ്വർഗം, യഥേഷ്ടം ആൾക്ക് എന്തും കൊടുക്കാവുന്ന, യഥേഷ്ടം സഞ്ചരിക്കാവുന്ന പ്രവിശാലമായ സ്വർഗം. വിശാലത മനുഷ്യ മനസ്സിനിഷ്ടാണ്. നല്ല പുൽമേടുകൾ, നല്ല കൊട്ടാരങ്ങൾ, അതുപോലെ തന്നെ ഇണകളും തുണകളും മക്കളും, ചാരുമഞ്ചങ്ങളും ചഷകങ്ങളും പൂജകളും നല്ല പാനീയങ്ങളും, ഒരു ശീതോഷ്ണ കാലാവസ്ഥ. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ പറയുന്ന സംഗതിയല്ല. അത്രയും പ്രവിശാലമായ ഒരു സ്വർഗം, അത് നാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇനി ഉണ്ടാക്കുന്നല്ലോ, അത് റെഡിയാണ്. ഇവിടെ മുത്തഖീനാക്ക തഖ്വയുള്ള വസിയത്താണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. ഊസിക്കും തഖ്വ. എന്തിനാ? ഈ സ്വർഗത്തിലേക്ക് പോകാനുള്ള കഴിയാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള മുത്തഖികൾക്കാണ് ഇത് ഒരുക്കി വച്ചിരിക്കുന്നത്. ആ മുത്തഖികളുടെ സ്വഭാവ വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതിൽ ചിലതിവിടെ വിവരിക്കുന്നു. വളരെ കാര്യമാത്ര പ്രസക്തമായ 2-3 സംഗതികളുടെ പറഞ്ഞു. ആദ്യം പറഞ്ഞത് അവര് ക്ഷേമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കുന്നവരാണ്. ഒരു വലിയ സംഗതിയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ നിസ്സാരമായി കാണേണ്ട സംഗതിയല്ല. ചെലവഴിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക്, ഒഴുക്കിന് അനിവാര്യമാണ്. എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടില്ല. കുറെ ആളുകൾ കൊടുക്കുകയും കുറെ ആളുകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യും. ഉള്ളവൻ ഇല്ലാത്തവൻ കൊടുക്കണം, അതവന്റെ ബാധ്യതയാണ്. ഇല്ലാത്തവൻ ഉള്ളവന്റെ അടുത്ത് കിട്ടണം, അതവന്റെ അവകാശമാണ് എന്നാണ് ഇസ്ലാം പഠിക്കുന്നത്. കാരണം സ്ഥാനത്തിന്റെ യഥാർത്ഥ ഉടമ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളിവിടെ രാജ്യത്ത് ജീവിക്കുന്നു. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്, പല തരത്തിലുള്ള സാമ്പത്തിക സംവിധാനങ്ങളാണ്. അവരുടെ ധനതത്വശാസ്ത്രം ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എക്കണോമി, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സെറ്റപ്പിലുള്ള നമ്മളെ പോലുള്ള രാജ്യത്തെ മിക്സഡ് എക്കണോമി. ഏത് എക്കണോമി പരിശോധിച്ചാലും, ഏത് സാമ്പത്തിക ശാസ്ത്രം പരിശോധിച്ചാലും ഭൗതിക ലാഭേച്ഛയാണ്. ഇന്നത് മുടക്കിയാൽ ഇന്നത് കിട്ടും എന്നാണ് അതിന്റെ കണക്ക്, അല്ലെങ്കിൽ അത് നഷ്ടമാണ് എന്നാണ് കണക്ക്. ഒരു റോഡ് വെട്ടുമെന്ന് എത്ര സ്ഥലത്ത് ടോൾ കൊടുക്കുക, ആ ടോൾ വലിച്ചെടുത്താൽ ഈ റോഡിന് നടത്തുന്ന ഇത്ര കോടി എത്ര കാലം കൊണ്ട് കിട്ടും? 10 കോടിയാണെങ്കിൽ 25 കോടി വിരിക്കുന്നത് വരെ ആളിന് അത് ലേലം ചെയ്ത് നമ്മൾ കൊടുക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം. റോഡ് മനുഷ്യന് സർവീസിനുള്ള സംഗതി, മനുഷ്യന്റെ അനിവാര്യമായ സംഗതി. പക്ഷെ അതിന്റെ ലാഭം, നമ്മുടെ മെട്രോ റെയിലൊക്കെ നമുക്കറിയാം, ഭൗതികമായ ലാഭം എത്രയാണ്? തുട്ടികളുടെ കണക്കാണ് ഇവിടെ ലാഭത്തിന്റെ കച്ചവടം. അത് മുതലാളിത്ത സാമ്പത്തിക ധനതത്വശാസ്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിലും ജനാധിപത്യ ക്രമത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രത്തിലും ഒക്കെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മുതലാളിത്തത്തിൽ കുറച്ച് കൂടുതൽ
കേന്ദ്രീകൃത ചൂഷണം ഉണ്ടാവും. കമ്മ്യൂണിസത്തിൽ കുറച്ചുകൂടി വ്യാപിച്ച് ആളുകൾ കിട്ടും. അത് പരീക്ഷിച്ചു നോക്കിയിട്ട് അവസാനം റഷ്യയിലെ പ്രസിഡന്റ് 32 അംഗങ്ങളിൽ ഏറ്റവും വലിയ കുബേരന്മാരായി കാണുകയും 1917 ആ മഹത്തായ വിപ്ലവം 1990 തകർന്ന് തരിപ്പണമാവുകയും ചെയ്തത് നമ്മുടെ കൺമുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ സാമ്പത്തിക ശാസ്ത്ര സംവിധാനം ഉണ്ടായിരുന്ന ചൈന അവിടെ നിന്ന് മുതലാളിത്തത്തിലേക്ക് മാറി. കാരണം അവിടെയൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യന് സ്നേഹം, ദയ, കരുണ എന്നുള്ളതല്ല, അവിടെ ലാഭേച്ഛ, ഭൗതികമായ ലാഭേച്ഛയാണ് യഥാർത്ഥ പ്രധാനമായത്. വളരെ മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥ, എവിടെയോ വന്ന റിപ്പോർട്ട്. ഒരു പാശ്ചാത്യ രാജ്യത്തിൽ ഒരു വലിയ ഫാക്ടറിയിൽ മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പറേറ്റർമാർ അതിന്റെ ഇടയിൽ കിട്ടും. അപ്പൊ മാനേജറോട് പറഞ്ഞ്, സൂപ്പർവൈസർ പറഞ്ഞ, നമ്മുടെ ഒരു വർക്കർ അതിന്റെ ഇടയിൽ പെട്ടു, ഇതൊന്ന് ഓഫാക്കണം. അപ്പൊ അയാൾ കുറച്ചു നേരം ആലോചിച്ച് പറഞ്ഞു, ഇത് ഓഫാക്കിയാൽ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് മിനിമം 45 മിനിറ്റ്സ്. 45 മിനിറ്റ് ഈ ഫാക്ടറി നിർത്തിവെച്ചാൽ വരാൻ പോകുന്ന നഷ്ടം $2 മില്യൺ. അയാൾക്ക് കൊടുക്കാനുള്ളത് മാക്സിമം കോമ്പൻസേഷൻ ഒരു $50,000. എന്നാ ലക്ഷ്യമുണ്ടായി. അവൻ ചത്തോട്ടെ, ഫാക്ടറി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. എന്നാലോചിച്ചത് മനുഷ്യന്റെ ജീവനെ കൊണ്ടുവന്നാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്ന കരുണയുടെ ഒരു ധനതത്വശാസ്ത്രമുണ്ട്. അതിന്റെ നക്ഷലാണ് ഇവിടെ സ്വർഗം കിട്ടാൻ വേണ്ടി പോകുന്ന മനുഷ്യന്മാർക്ക് ഈ കരുണയുടെ ധനതത്വശാസ്ത്രം അവരുടെ മനോമുഖരത്തിലുണ്ടായിരിക്കണം, ഹൃദയത്തിലുണ്ടായിരിക്കണം. അത് അവർ കൊടുക്കാൻ തയ്യാറായിരിക്കണം. കാരണം ഈ ക്യാപിറ്റൽ അവരുടേതല്ല, ഇത് അല്ലാഹുവിന്റേതാണ്. അവരതിന്റെ കൈവശാവകാശക്കാർ മാത്രമാണ്. അതിന്റെ ഓണർഷിപ്പ് അവർക്കില്ല, തൽക്കാല കൈവശാവകാശം മാത്രം. അപ്പൊ അതുകൊണ്ട് അത് ചെലവഴിക്കുന്നവനാണ് സ്വർഗത്തിൽ പോകാനുള്ള ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഭയങ്കര സംഭവം. നിങ്ങളത് സത്യവിശ്വാസം സ്വീകരിച്ച് നിസ്കരിച്ച് നോമ്പുടിച്ച് നടന്നോ, ഞാൻ സ്വർഗം തരാം എന്നൊന്നും പറയാനില്ല, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായി എടുത്ത് പറഞ്ഞു പോകുന്നു. അവർക്ക് ക്ഷാമത്തിലും ക്ഷേമത്തിലും അവർ ചെലവഴിക്കും. അവർക്ക് ഇല്ലായ്മ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ ചെലവഴിക്കും. ഇല്ലായ്മ ഉണ്ടായിരുന്ന മദീനയിലെ അൻസാർ സമൂഹം അവിടെ ചെന്ന മുഹാജിർ സമൂഹത്തിന് നൽകിയത് നാം കണ്ടതാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സാഹോദര്യം. അപ്പൊ ഈ ഒരു സിസ്റ്റം മനുഷ്യ ജീവിതത്തിലില്ലെങ്കിൽ നമ്മളിന്ന് കാണുന്നതൊക്കെ കണ്ടോണ്ടിരിക്കും. കാർഷികം, ഭൂമി, റബ്ബർ, തേയില, ബാങ്ക്, ഓരോരോ വാക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ലോണ്, കടക്കണി, ആത്മഹത്യ, കൊലപാതകം. എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ കരുണയുടെ ധനതത്വശാസ്ത്രം മനുഷ്യന്റെ ഇടയിൽ ഫംഗ്ഷൻ ചെയ്തില്ല. എല്ലാം ഭൗതിക ലാഭേച്ഛയാണ്. തൃപ്തികളുടെ ആധിക്യമാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ആശ്വാസമാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരു മണ്ണൻ ജനതയുടെ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് ആഗോള അടിസ്ഥാനത്തിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തരം തോന്നിയാസങ്ങളും ഉണ്ടാവുന്നത്. ആർത്തിയും പിടിച്ചൊരയും കൈക്കൂലിയും വ്യഭിചാരവും മദ്യപാനവും അഴിമതിയും കൊള്ളലാവടിക്കലും എല്ലാ സംഗതിയും ഇതുമായി ബന്ധപ്പെട്ട. കാരണം ഭൗതിക ലാഭേച്ഛയാണ് അവിടെ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഉള്ളതാണ് കൊടുക്കും. അവിടെ നിന്ന് കിട്ടിക്കൊള്ളും. നിങ്ങൾക്ക് ഞാൻ ഈ സേവനം ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്നൊരു നന്ദിയും പ്രതീക്ഷിക്കുന്നില്ല. മനുഷ്യ മനസ്സിനെ ആകാശത്തോളം വളർത്തിക്കൊണ്ടുവരും. മറ്റത് ചെറുതാക്കി ഹീനമായ ഒരു വർഗത്തെ പോലെയാക്കുന്നു. എല്ലാ ധനതത്വശാസ്ത്രന്മാരുടെയും മണ്ടയിൽ ചിലകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ലാഭം എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ്. പക്ഷെ ലാഭം അവർക്ക് അനുഭവിക്കാനാവുന്നതിന് മുമ്പ് ഇവിടെ പിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. കുറഞ്ഞ കാലമൊക്കെ ലാഭം അനുഭവിക്കും, പിന്നെ അവര് നിതാന്തമായ വേദനയിലേക്ക് അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൃദയഭേദകമായ ഒരു കഥ. അപ്പൊ ഇവിടെ ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കാനുള്ള മനസ്സുള്ളവൻ മുത്തഖിയാണ്. അവനാണ് ഈ പ്രവിശാലമായ സ്വർഗം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അവന് വേറെ ഗുണം ഇവിടെ എടുത്തു പറയും. അവന് ദേഷ്യം വരും, അടയ്ക്കും. മറ്റൊരു സംഗതിയാണ്, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ദേഷ്യം പിടിക്കണം. എനിക്കും നിങ്ങൾക്കൊക്കെ ദേഷ്യം പിടിക്കും. ഈ ദേഷ്യം പിടിക്കുമ്പോൾ അതിനെ അടക്കി നിർത്താൻ കഴിയുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. ഭാര്യയോട് ദേഷ്യം പിടിക്കും, ഭാര്യ ഭർത്താവിനോട് ദേഷ്യം പിടിക്കും, മക്കളോട് ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിച്ചാൽ പിശാച വർക്കിയ അവന് കണ്ണാണില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കാം. എടുത്തെറിയും, അടിക്കും, ചവിട്ടും, ഇറക്കി വിടും, തലാഖിലും, ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഈ ദേഷ്യവുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട്
അത് എടുത്ത് പറഞ്ഞു. നോക്കണം, ഇവിടെ നിസ്കരിക്കുക, നോമ്പുടിക്കുക, ഹജ്ജ് ചെയ്യുന്നൊക്കെ അല്ല പറഞ്ഞത്. നിനക്ക് നാം നൽകിയത് ഏറ്റവും മൊത്തമായി മനുഷ്യ ജീവിതത്തിന്റെ സുഗമമായ ഒഴുക്കിന് വേണ്ടി നീ ചെലവഴിക്കുക, നീ ചൂടാവാതിരിക്കുക. വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടാണ്. അനിഷ്ടകരമായ സംഭവം ഉണ്ടാകുമ്പോൾ ചൂടാവാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്, മഹത്തായ സംഗതി, എല്ലാവർക്കും സാധിച്ചുള്ളത്. അതിന് നേരത്തെ തന്നെ പടത്തമ്പുരാനുമായിട്ടുള്ള ബന്ധം മുലാഖാത്തുണ്ടാക്കി. ഒരാളിന് ദേഷ്യം പിടിച്ചാൽ നിൽക്കുമ്പോൾ ദേഷ്യം പിടിച്ചാൽ ഇരുന്നാളാണ് റസൂൽ. ഇരിക്കുമ്പോഴാണ് ദേഷ്യം പിടിച്ച് കിടന്നളാൻ. ഒന്നും പറ്റിയില്ലെങ്കിൽ എഴുന്നേൽക്കണം. കൂടുതൽ ദേഷ്യമായാൽ പോയി ഒതു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അത് പെരുമാറ്റത്തിന്റെ പ്രവർത്തനത്തിന്റെ വളരെ വലിയൊരു സംഗതിയാണ്. എന്നിട്ട് ജനങ്ങളോട് ക്ഷമിക്കുക. ജനങ്ങളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാലും അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എളുപ്പം സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. രണ്ടാമത്തെ സീറ്റിൽ ബസ്സിൽ രാവിലെ അവിടെ കയറുമ്പോൾ ഒരുത്തൻ 1.5 സീറ്റിൽ ഇരിക്കും. ഇങ്ങനെ വിളിച്ചു കുറെ നേരം ഇരുന്ന് നോക്കിച്ചു, രക്ഷയില്ല. കാലത്തടി കുറച്ചൊന്നും ഒതുങ്ങി, അല്പനേരം ഒതുങ്ങി, പിന്നും ഭയങ്കരമാണ്. എനിക്കൊരു 1/2 സീറ്റ് കുറെ നേരം. അപ്പൊ ഞാൻ ഓതാൻ പോകുന്ന ഇതിനെ കുറിച്ച് ഇത് പറയാനാണ് ഞാൻ പോണത്. ഇയാളോട് ചൂടായാല് ഇതിന്റെ ആ സാങ്ക്ടിറ്റി, ആ പവിത്രത നഷ്ടപ്പെട്ടു. അന്നേരം ആ ഓർമ്മ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. വീണ്ടും പറഞ്ഞു, അയാൾ കുറച്ചറിയും, വീണ്ടും അയാൾ കാലിഞ്ഞിട്ട്. ഇത് സ്വാഭാവികമായി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. വാഹനം ഓടിക്കുന്നവർക്കറിയാം, ചില ആളുകൾ സൈഡില്ല, നമുക്ക് വേഗം പോയിട്ടുണ്ട്. അപ്പോ നിർത്തിച്ച് ചീത്ത പറയാനായിരിക്കും സ്വാഭാവികമായി തോന്നുന്നത്. അതുപോലെ ഒരുപാട് ഇടപാടുകളിൽ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഒരുപാട് ഇടപാടുകളിൽ മനുഷ്യന്മാരോട് ശ്രമിക്കുക എന്നുള്ളത് അത്ര ഒരു ചെറിയ സംഗതി എന്നല്ല, വലിയ സംഗതിയാണ്. ആ വലിയ സംഗതി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ ഇത് ചെയ്യുന്നവർക്ക് ഒരു പേര് മുഹ്സിൻ, നല്ലവർ എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും എന്നിട്ട് ക്ഷമ പാലിച്ചുകൊണ്ട് ദേഷ്യം കടിച്ചിറക്കുകയും ജനങ്ങളോട് പൊറുക്കുകയും ചെയ്യുന്ന വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിന് പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു. ആ മുഹ്സിനാവാൻ മുഅ്മിനാവുക, മുത്തഖിയാവുക, എന്നിട്ട് ആ മുഹ്സിനാവുക. അത് മനസ്സിലാക്കുക. ആദ്യം മുഅ്മിനാവുക, പിന്നെ മുത്തഖിയാവുക. അതിന്റെ സൂപ്പർ ഗ്രേഡാണ് മുഹ്സിനാവുക. നമ്മൾ സാധാരണ പേരെടുത്തിട്ട് മുഹ്സിൻ പേരിട്ട് വിളിക്കാറുണ്ട്. മുഹ്സിനാവില്ല. മുഹ്സിനാവണമെങ്കിൽ മുത്തഖിക്കപ്പുറം എത്തണമെന്ന്. അപ്പൊ മുത്തഖിക്കപ്പുറം എത്തുന്ന മുഹ്സിനായി ജീവിച്ചു മരിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حقا ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الكرام، اوصيكم واياي പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽക്കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ തത്വശാസ്ത്രത്തിന്റെ ചുവടിലൂന്നാക്കി അതിന്റെ ആ ഓരത്താക്കി നിർത്തി ഖുർആൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാണുമ്പോൾ മഹാ അത്ഭുതം തോന്നി. ഇപ്പൊ പറഞ്ഞ സംഗതികളൊക്കെ സാധാരണ നിത്യജീവിതത്തിലുള്ള ചെറിയ ചെറിയ സംഗതികളാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വലിയ കാര്യമാണ്, പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു. അത്തരം ആളുകൾ അവര് എന്തെങ്കിലും ഒരു മ്ലേച്ഛ പ്രവൃത്തി, ചീത്ത പ്രവൃത്തി ചെയ്തു പോയാൽ അവര് അള്ളാഹു, അവിടെയാണ് എന്റെ പ്രശ്നം. ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ സഹായാത്രത്തിന് തോണ്ടാൻ തോന്നുമ്പോൾ പഠിച്ചോ കാണാൻ കേട്ടോ, ലേശം ശ്രമിച്ചാൽ അയാൾ ശരിയായെങ്കിലോ അല്പം.
ആ സഡനായിട്ടൊരു ഇൽഹാം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് നമ്മൾ വിചാരിച്ചിട്ടില്ല. അല്ല അതിന് മലക്കളെ പഠിക്കുക തമ്മേ പറ്റും. ഒരബദ്ധം ചെയ്യാൻ പോകുമ്പോ ചെയ്യരുത് നമ്മൾ ഉപദേശിക്കുന്ന ഒരു മലക്കങ്ങളുണ്ട്. ഒന്നല്ല, ഒരുപാട് മലക്കളുണ്ട്. ഒരു സത്യവിശ്വാസിക്ക് അവന്റെ സൽക്കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മലക്കിനെ നിയമിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പറഞ്ഞു. അവന് ആ ശ്രദ്ധ വിട്ടാൽ പിശാച് അവനെ തോന്നിയാസത്തിലേക്ക് കൊണ്ടുപോകും. ഏത് വിഷയത്തിലും ഏത് നിമിഷവും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഗതി. നന്മ തോന്നുക എന്നുള്ളത് വലിയ സംഗതിയാണ്. അല്ലാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അതൊരു തൗഫീഖാണ്. അത് ലഭ്യമായിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മ്ലേച്ഛത പ്രവർത്തിച്ചു പോയാൽ എന്നൊരു ചോദ്യം നമുക്കറിയാത്തോണ്ടെന്നല്ല. ഈ പാപം പുറത്തു തരാൻ അവല്ലാതെ ആരാ നിങ്ങൾക്കുള്ളത്? ഓരോ നിമിഷവും ഇങ്ങനെ അടുപ്പിച്ചു നിർത്തല്ലോ. സ്നേഹമസ്നായ ഒരു പിതാവിനേക്കാൾ ഉയർന്ന തോത് സംരക്ഷകൻ ഞാനാണ് എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചില്ല. സംരക്ഷണത്തിന് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുക. മാരോട് അടച്ചു പിടിക്കുന്നൊക്കെ പറയുന്നത് പോലെ രക്ഷിതാവ് നമ്മളങ്ങനെ അടുപ്പിച്ച് നിർത്തുക. നമ്മൾ സാധാരണ പറയുന്ന ഒരു വാരം വരും. ഞാനെല്ലാം ആരാണ്? ഭാര്യ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും, വാപ്പ മക്കളോട് പറയും, മക്കൾ വാപ്പയോട് പറയും. സ്ഥിരമായി നമ്മൾ പറയും. ഈ ഭാഷയിലെങ്കിലും വേറെ പോലെ പറയും ഞാനല്ല ആരാണ്. ചിലപ്പോൾ വ്യസനം വരുമ്പോൾ ഭാര്യ നിങ്ങളല്ലാതെ എനിക്ക് ആരാണുള്ളത് എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ സംരക്ഷണത്തിന്റെ അനിവാര്യത എല്ലാ മനുഷ്യന്മാർക്കും അത്യാവശ്യമാണ്. അതിന്റെ ഏറ്റവും ഉന്നതനായ സംരക്ഷകനെ കുറിച്ചുള്ള ഒരു ബോധം മനുഷ്യ മനസ്സിൽ ഇങ്ങനെ ആഴത്തിൽ പതിപ്പിക്കുന്നതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ആരാണ് നിങ്ങൾക്ക് ഈ പാപം പുറത്തുതരാനുള്ളത്? അല്ലാഹു അല്ലാതെ. അതുകൊണ്ട് അവര് തെറ്റ് ചെയ്താലേ തെറ്റു ചെയ്യും. അതിൽ ശഠിച്ചില്ല. മനുഷ്യരുള്ള ഏറ്റവും വലിയ മറ്റൊരു മോശമായ സ്വഭാവമാണ്. തെറ്റാണെന്ന് മനസ്സിലായാലും ദുരഭിമാനം കൊണ്ട് സമയമില്ല. അതിനെങ്ങനെ കെട്ടി കുട്ടിങ്ങി ന്യായം പറഞ്ഞ് ന്യായീകരണം പറഞ്ഞു കളിക്കും. അപ്പൊ തെറ്റുകൾ ന്യായീകരിച്ചു നോക്കണം. തെറ്റാണെന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചിട്ടത് എന്നാണ് അത് പറഞ്ഞത്. തെറ്റാണെന്ന് സമ്മതിക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് മാപ്പി വെച്ചോളൂ, ഒരു കുഴപ്പമില്ല, അല്ല പുറത്തുതരാന്ന് പറയുന്നത്. ആവർത്തിച്ച് ഇനിയും ബാക്കിയുണ്ട് ഒരുപാട്. അതൊന്നും മുളഞ്ഞു നിർത്താൻ പറ്റില്ല. ആവർത്തിച്ച് തെറ്റിയാലും ആവർത്തിച്ച് മാപ്പ് തരാമെന്ന് പറയുന്നു. എന്നിട്ട് നമ്മളൊരു വേറൊരു മാനസികാവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ഇത്തരം ആളുകൾക്ക് ഉലൈക ജസാഉഹും മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ബിഹാ വനഅമ അജ്റുൽ ആമിലീൻ. ഇത്തരം ആളുകൾക്കുള്ള മഹത്തായ പ്രതിഫലം താഴ്ഭാഗങ്ങളിലൂടെ അരുവിലൊഴുകുന്ന നിത്യാനന്ദത്തിന്റെ സ്വർഗ്ഗാരംഭമാണ്. അവിടെ നിത്യനിവാസമാണ്. അവർക്ക് ആ ഇത്തരം പ്രവർത്തി ചെയ്യുന്ന പ്രവർത്തകർക്കുള്ള പ്രതിഫലം മഹത്തമാണ്, നല്ലതാണ്, അനുഗ്രഹപൂർവ്വമാണ്. അനുഗ്രഹപൂർവ്വമാണ്. പ്രവർത്തകർക്കുള്ള പ്രതിഫലം എത്ര മഹത്തരമാണ്. അപ്പൊ ഇത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ആളുകളോട് സംസാരിക്കുമ്പോൾ വിനയത്തിന്റെ ഭാഷ ഒച്ചട്ട് പറയുന്നു. ഭൂമിയിൽ നടക്കുമ്പോ വിനയത്തോടെ നടക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞു പമ്മി നടക്കണമെന്നല്ല, ഒരു മീഡിയം ലെവലിൽ നടക്കുക. ഭൂമിയെ ചവിട്ടിപ്പോന്നുകൊണ്ട് ബോധ സ്പീഡിൽ നടക്കുക, മെല്ലെ പമ്മി നടക്കുക. ആരോ ഒരാളിങ്ങനെ മദീനയിലൂടെ ഇങ്ങനെ പമ്മിപ്പി നടക്കുക, നടക്കണം നേരെ. തക്കുവാന്ന് പറഞ്ഞാൽ അങ്ങനെ പമ്മിപ്പി കുഞ്ഞു നടക്കണം എന്നല്ല, മര്യാദക്കാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇങ്ങനെ നല്ല വേഷഭൂഷാദികളെ കേട്ടിട്ട് അള്ളാഹ് എന്ന് പറയുന്നല്ല ഹൃദയത്തിലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം തെറ്റ് ചെയ്താൽ പിടിച്ചും ശിക്ഷിക്കുന്നു. ഞാൻ തൗബ ചെയ്തില്ലെങ്കിൽ നാശമായി പോകും എന്ന ഒരു ദൃഢമായ ബോധ്യം. എന്നിട്ട് പടച്ചവനൊരു സഹായിയാണ്, സംരക്ഷകനാണ് എന്നുള്ള ഒരു ആശ്വാസ ചിന്ത. അതാണ് ഏറ്റവും മഹത്തായ ആശ്വാസം. ഖുർആന്റെ ഏത് ഭാഗം എടുത്ത് എപ്പോ ഓതി നോക്കിയാലും നമുക്ക് ആശ്വാസമല്ലാതെ മറ്റൊന്നും സത്യവിശ്വാസിക്ക് ലഭിക്കില്ല. നരകത്തെ കുറിച്ച് ഭീകരമായി പറയുന്ന രംഗം വായിച്ചു പോകുമ്പോൾ പോലും നമുക്ക് പേടി തന്നാൽ അതിന്റെ അപ്പുറം ആശ്വാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ഭാഗം എടുത്ത് വായിച്ചു. വിശ്വാസദാർഢ്യത്തോടെ, നിശ്ചയത്തോടെ, നീയത്തോടെ ഖുർആൻ എടുത്ത് പാരായണം ചെയ്താൽ മനുഷ്യ മനസ്സുകൾക്ക് മഹത്തായ ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു ആശ്വാസമാണ്. പരിശോധിച്ചു നോക്കാവുന്നതാണ്.
അത് ജീവിതത്തിൽ കിട്ടണം. വ്യക്തിക്ക് കിട്ടണം, കുടുംബത്തിന് കിട്ടണം, സമൂഹത്തിന് കിട്ടണം. അങ്ങനെ ലഭ്യമാകുമാറ് ഈ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും വേണം. അങ്ങനെ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم اغفر لنا أبو بكر وعمر وعثمان وعلي حمزة والعباس والحسن والحسين ومن بقية أصحاب رسول الله أجمعين. കരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരും പാപങ്ങളും ചെറുപാടുകളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഭാര്യ, സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടാർ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ, വേണ്ടോ സിദ്ധികൾ എല്ലാവർക്കും ഈ കോട്ടം മുന്നേ നിങ്ങളിലെത്തിയ ആൾക്കാരുടെ കബറുകളുടെ സ്വർഗ പൂങ്കാവനങ്ങളുടെ പൂങ്കാവനങ്ങളാക്കി മാറ്റി അകലങ്ങളിലുള്ള ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഇതായും സംഭവിക്കുന്ന ജീവിതം അനുഗ്രഹിക്കുന്നത്. അല്ലാഹു ഞങ്ങളുടെ ഘടകങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തന്നെ നീക്കിത്തരണേ തമ്പുരാനെ. സാമ്പത്തികമായ ഭദ്രതയും ആശ്വാസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജോലികളിലും അതുപോലെ കച്ചവടങ്ങളിലും മറ്റ് എല്ലാ ഇടപാടുകളിലും നീ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, നിന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങൾ നീ ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് നീ ആശ്വാസം തന്നെ തമ്പുരാനെ. അവരുടെ എല്ലാവരുടെയും എല്ലാ കുറവുകളും നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. നാഥ, ഈ ദീൻ യഥാർത്ഥത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ദുആയുടെ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളും നീയാണ് അറിയുന്നത്. ആ ആവശ്യങ്ങൾ നിറവേറ്റുകയും ദുനിയാവിലും ആഖിറത്തിലും വിജയപ്രദമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. നാഥ, പ്രാർത്ഥന നിരന്തമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. എപ്പോഴും നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നാഥ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ലിഖാഅ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഫിർദൗസിൽ ലിഖാഅ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ചു തരണേ തമ്പുരാനെ. പാപങ്ങളാണ്, പാപികളാണ് എങ്കിലും നിന്നിൽ ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നു. മറ്റാരോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല നാഥ, നിന്നോട് ആത്മാർത്ഥമായി ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ് നാഥ. ഇത് സ്വീകരിച്ച് ഞങ്ങളെ നേർമാർഗത്തിലാക്കി ഞങ്ങളെ വിജയപ്രദമായ പര്യവസാനത്തിലെത്തിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.